എല്ലാ മനസ്സും ഒന്ന് വിശ്രമിക്കുന്ന സമയം. എല്ലാ സൗഹൃദങ്ങളും തങ്ങളുടെ ഓർമ്മകളുടെ ചെപ്പിലേക്ക് മടങ്ങുന്ന സമയം. രാത്രി. എല്ലാ മനസ്സും ഇന്ന് നമുക്ക് എന്താണ് സംഭവിച്ചത്, നാം ഏതൊക്കെ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത് എന്നത് ഓർമ്മകളുടെ ഒരു തുലാഭാരം തങ്ങളുടെ മനസ്സിൽ നടത്തുന്ന സമയം. രാത്രിയുടെ യാമങ്ങൾ കൊഴിഞ്ഞു പോകവേ ഒരു നിമിഷത്തേക്ക് പോലും ഒന്ന് കണ്ണടയ്ക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ, ഒരുപാട് മനസ്സുകൾ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി നമുക്ക് ചുറ്റുമുണ്ട്. അവരെല്ലാം കഴിഞ്ഞുപോയ ചിന്തകളിൽ അല്ലെങ്കിൽ വരാനിരിക്കുന്ന സമയത്തെക്കുറിച്ചുള്ള വിഷമങ്ങളിലായിരിക്കും. അവർക്ക് ഉറങ്ങാൻ സാധിക്കില്ല. നമ്മുടെ ഈ ജീവിതയാത്ര അതൊരു യുദ്ധം പോലെയാണ്. മഹാഭാരത യുദ്ധ സമയത്ത് തനിക്ക് പ്രിയപ്പെട്ടവർക്ക് നേരെ അമ്പെയ്ത് അവരോട് യുദ്ധം ചെയ്യേണ്ടി വന്ന അർജുനൻ തനിക്കത് പറ്റില്ല എന്ന് ശ്രീകൃഷ്ണനോട് പറയുന്ന സമയം ഭഗവാൻ ഇങ്ങനെ പറയുന്നുണ്ട്: നമ്മുടെ കർമ്മമാണ്, അവരെന്തായാലും ഒരിക്കൽ മരണപ്പെടും, പക്ഷേ അവരെ കൊല്ലണമെന്നുള്ളത് നിന്റെ ദൗത്യമാണ്. ഇതുപോലാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ അനുഭവിക്കുന്നത്. എന്ത് തന്നെ ആയാലും അത് എല്ലാവർക്കും വന്നു പോകുന്നതാണ്. പ്രത്യേകിച്ചൊരു സങ്കടം അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു സംഭവം അത് നമുക്കായിട്ട് മാത്രം വരുന്നില്ല. മരണം അതെല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്നതാണ്. പ്രിയപ്പെട്ടവർ എത്രയോ പേർ നഷ്ടപ്പെടുന്നു. നിങ്ങളുടെ മനസ്സ് വല്ലാണ്ട് ഭാരപ്പെടുമ്പോൾ, കണ്ണിൽ നനവണിയുമ്പോൾ, നിങ്ങൾക്ക് ആരുമില്ലെന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് എത്തുമ്പോഴൊക്കെ മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കുക, ജീവിതം ഈ നിമിഷം എങ്ങനെയാണോ അത് നാളെ ഒരു നാൾ മാറ്റപ്പെടുന്നതായിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തെ ഇത്രമേൽ ആളുകൾ സ്നേഹിക്കുന്നത്. എത്രയൊക്കെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെന്ന് പറഞ്ഞാലും എത്രയേറെ ജനങ്ങൾ ജീവിച്ച് മരിച്ചുപോയ ഭൂമിയാണ്. അവരൊക്കെ ജീവിതത്തെ ഏറെ സ്നേഹിച്ചവരാണ്. എപ്പോഴും പ്രതീക്ഷ വയ്ക്കുക മനസ്സിൽ. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ സമയം എന്ത് തന്നെയായാലും അത് മാറുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും മാറ്റം വരും. നാം അല്ല മോശം, നമ്മുടെ സമയം മാത്രമാണ്. അതൊന്നും മാറാൻ അനുവദിക്കുക. എപ്പോഴും ഒരു കയറ്റത്തിന് ഒരു കുഴിയുണ്ടെന്ന് പറയുന്ന പോലെ ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടും വിഷമവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിനപ്പുറം നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാകും. അതങ്ങനെ തന്നെയാണ്. എല്ലാത്തിനും ഒരു വിപരീത ഫലം ഉറപ്പായും ഉണ്ടാകും. എല്ലാവർക്കും ശുഭരാത്രി.